ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും മീനച്ചാറ് നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ ഞാനിന്നിവിടെ നെയ്മീൻ വെച്ചിട്ടാണ് ഈ അച്ചാർ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് മീനും വെച്ചിട്ട് ഇതേപോലെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അച്ചാറൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തേക്കുന്നത്. ഇത് 1 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറഞ്ഞ പീസായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്മീനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിനെ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മീനൊന്ന് ഹാർഡായിട്ട് വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ മീനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, മഞ്ഞൾപ്പൊടിയും ചേർക്കണം, മുളകിൻ്റെ പൊടിയും ചേർക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീൻ വറുത്തെടുത്തിട്ട് ഈ വറുത്തെടുത്ത മീൻ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലേ ദിവസം മീൻ ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. ഇത് ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ട് മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ തിരുമ്മി ഒരു രാത്രി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. മല്ലിപ്പൊടി അച്ചാറിലേക്ക് ചേർക്കില്ല കേട്ടോ. വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ അച്ചാറാക്കുന്നത്. അപ്പോൾ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും കുറച്ച് നന്നായിട്ട് ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ ഇതേപോലത്തെ 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കും. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല പൊടിഞ്ഞ പോലെ കിട്ടും. അങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് അച്ചാറിലിങ്ങനെ വെളുത്തുള്ളി ഇത് നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ പോകുമല്ലോ. അപ്പോൾ അച്ചാറിൽ വെളുത്തുള്ളി ഒന്ന് കടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെളുത്തുള്ളി നല്ല കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ പച്ചമുളക് വേണം. അച്ചാറിലേക്ക് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. മുളകിൻ്റെ പൊടിയുണ്ടോ കൂടുതൽ ചേർക്കേണ്ടത്, കാരണം അച്ചാറിനൊക്കെ നല്ലൊരു കളറൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടി തന്നെ ചേർക്കണമല്ലോ. അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഒന്ന് നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് വിനീഗർ വേണം. വിനീഗർ എന്തായിരുന്നാലും ചേർക്കണം. വിനീഗർ അച്ചാറിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. കാരണം മീനച്ചാറൊക്കെ ആകുമ്പോൾ വിനീഗർ നന്നായിട്ട് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഒന്ന് നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് വിനീഗർ വേണം. വിനീഗർ എന്തായിരുന്നാലും ചേർക്കണം. വിനീഗർ അച്ചാറിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. കാരണം മീനച്ചാറൊക്കെ ആകുമ്പോൾ വിനീഗർ നന്നായിട്ട് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള വിനീഗർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിവിടെ ഇതേപോലത്തെ വൈറ്റ് വിനീഗറാണ് വാങ്ങിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റൈസിൻ്റെ വിനീഗർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് പല ടൈപ്പുള്ള വിനീഗർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഉലുവ വേണം. ഉലുവ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. ഉലുവ നിങ്ങൾ ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം കേട്ടോ. അതെന്ത് സാധനവും ഇതേപോലെ മെഷറിങ് സ്പൂണിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും കറക്റ്റ് അളവ് കിട്ടുക. പിന്നെ ഉലുവ നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറിന് കയ്പ്പ് വരികയും ചെയ്യും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ വേണം. ഈ ഉലുവ ഓയിലൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കൂടി ചെറുതായിട്ടൊരു ഡാർക്കായിട്ട് വരും. ഭയങ്കര കറുത്ത കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അങ്ങനെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ അമ്മിക്കല്ലുമ്പോൾ വെച്ചിട്ട് പൊടിച്ചിട്ടെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ടെടുക്കുക. പിന്നെ അച്ചാറിലേക്ക് കായവും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അത് അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർത്തേന്നുള്ളത് ഞാൻ ആ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും വേണം. പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ വഴറ്റിയിട്ട് എടുക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ വഴറ്റിയിട്ട് എടുക്കുന്നത്.
അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ, സെസമി ഓയിൽ, നല്ലെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സെസമി ഓയിൽ നല്ലെണ്ണയും സെയിം തന്നെയാണ്. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അച്ചാർ ഉണ്ടാക്കാം. അപ്പോഴായിരിക്കും അച്ചാറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുക. പിന്നെ ഇതിലേക്ക് കടുകും വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കുമല്ലോ. അതിനെടുക്കുന്ന സമയത്തും ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും ചേർക്കും കേട്ടോ. മീനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മുളകിൻ്റെ പൊടിയേ ചേർക്കുള്ളൂ. കാരണം കൂടുതൽ മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയ്ക്ക് പെട്ടെന്ന് അവിടെ കരിഞ്ഞു പോകും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയും വഴറ്റിയിട്ട് എടുക്കുന്ന സമയത്ത് മുളകിൻ്റെ പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് വേണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1.5 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർക്കണത്. മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണും ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ചേർത്താൽ മതി. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് മുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ തലേ ദിവസം ഒരു രാത്രി ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മീൻ വറുക്കാൻ പോണതിന് മുമ്പ് ഉലുവ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഉലുവ ഫസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മീൻ വറുത്തെടുക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഗോൾഡൻ കളർ മാറിയിട്ട് ചെറുതായിട്ടൊരു ചുമന്ന കളറായിട്ടുണ്ട്. ഇത് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ മീൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചൂടാക്കിയെടുത്തിരുന്ന ഉലുവ ഉണ്ടായിരുന്നല്ലേ, ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കാം. അത് മീൻ വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതൊക്കെ റെഡി ആക്കിയിട്ട് വയ്ക്കാം. മീൻ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് തിരിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉലുവ പൊടിച്ചിരുന്ന സെയിം ജാറിൽ തന്നെയാണ് ചെയ്യണത്. പിന്നെ ആ ജാറ് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ പോലെ കിട്ടും. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലിട്ടിട്ട് ഇതേപോലെ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാനിപ്പോൾ ഈ ഓയിലല്ല കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഓയിലിൽ തന്നെ അച്ചാർ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ചേർക്കാം. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ ചേർക്കണം കേട്ടോ. കാരണം അച്ചാറൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ കഷ്ണമൊക്കെയല്ലേ കഴിക്കുള്ളൂ. അച്ചാറിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർത്തത്. ഈ കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കടുക് ഒരു പകുതി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ഒരു 4 ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കടുകും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയിലിട്ടിട്ട് ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർക്കാം.
നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും കേട്ടോ, പെട്ടെന്നാണ്ട് വഴന്ന് വരില്ല. അതേപോലെ ഇളക്കി കൊടുക്കാൻ വേണം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1.5 ടീസ്പൂണായിട്ടാണ് ചേർത്തത്. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് റെക്കോർഡിങ് ഓണാക്കിയിട്ടുണ്ടായിരുന്നല്ലേ. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ എന്നിട്ട് ഈ ഓയിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചാൽ മതി. അപ്പോൾ അച്ചാറൊക്കെ കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നന്നായിട്ട് മൊരിയണം മഞ്ഞൾപ്പൊടിയിട്ട്. തീ ഞാനിപ്പോൾ നന്നായിട്ട് കുറച്ച് വെച്ചേക്കാം കേട്ടോ. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കരിഞ്ഞു പോകും. നമുക്ക് ആ മഞ്ഞൾപ്പൊടി ആയിരുന്നാലും ശരിക്കാണ്ട് മൊരിഞ്ഞിട്ടില്ല. മഞ്ഞൾപ്പൊടി മൊരിഞ്ഞോന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊരിഞ്ഞതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും, നമുക്ക് കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം കേട്ടോ, കാരണം അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് വേണം. അതായിരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളക് പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ചെറിയ തീയിലിട്ടിട്ട് മുളക് പൊടി മൊരിയിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കണ ഉലുവയുണ്ടല്ലോ, ആ ഉലുവ ചേർക്കാം. ഇതൊന്നും കരിഞ്ഞു പോരുത് കേട്ടോ. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനിവിടെ ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടോ വെച്ചേക്കുന്നത്. എന്തോരം കുറച്ച് വയ്ക്കാമോ അത്രയ്ക്ക് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് വിനീഗർ ചേർക്കാം. വിനീഗർ മീനച്ചാറിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ. ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ നമ്മൾ ചായ കുടിക്കണ ഈ ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സായിട്ട് എടുത്തേക്കുന്നത്. നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇനി ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം അളവിലാണ് ചേർത്തത്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണം മീൻ ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് നന്നായിട്ട് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്യുക. നമ്മുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് അച്ചാർ ഒരാഴ്ച വരെ പുറത്ത് തന്നെ വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നനവുള്ള സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിലേക്കും ഒരു പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ എന്ത് സ്പൂണിട്ട് ഇളക്കിയാലും ആ അച്ചാർ കേടുവരില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിലേക്ക് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒന്ന് പുറത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയ്ക്കും ശരിക്കും ഒന്ന് പിടിക്കും. പിന്നെ ഇതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദിവസമൊന്നും നമ്മുടെ വീടുകളിൽ ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ച് തീർക്കും. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കേട്ടോ. നമ്മുടെ അച്ചാർ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് മസാലയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ നാരങ്ങാച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും പിടിക്കുമല്ലോ ആ അച്ചാറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നാളേക്ക് കുറച്ചും കൂടി മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് വരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പാനിലാണ് ഉണ്ടാക്കിയത്. ഇനി നിങ്ങളിപ്പോൾ അലുമിനിയത്തിലോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിലൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ ഇതേപോലെ റെഡിയായി കഴിഞ്ഞ വഴിക്ക് തന്നെ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പിയിലേക്കോ പകർത്തി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ അലുമിനിയത്തിൽ അല്ലെങ്കിൽ ഇൻഡാലിയത്തിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുപ്പിയിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലൊക്കെയും പുറത്തൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ഇതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് വയറിറച്ച് തന്നെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.